അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സ്പാൻഷൻ എല്ലാം ഒപ്റ്റിമൈസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഇതിനൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഈ എക്സ്പാൻഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഫണ്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങണം. പക്ഷെ നമ്മൾ ഒപ്റ്റിമൈസ് ആണ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് അതിൽ നിന്ന് എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരെ നമുക്ക് കഴിയും. കുറേ എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള മാർഗം ശരിക്കും നമ്മളെ ബിസിനസ്സിൽ തന്നെ ഉണ്ട്. ഇത് കണ്ടെത്തുന്നതിലായിരിക്കണം എന്ത് ചെയ്യുക, നമ്മളെ ശ്രദ്ധ വേണ്ടിയത്. ഇപ്പോൾ നമ്മളെ കഫേ ഒന്ന് ഞങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാനൊന്നും ഇരുന്നപ്പം ഇവിടെയുള്ള സ്റ്റാഫ് അവർ 3 കൊല്ലമായിട്ട് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, 3 കൊല്ലം അവിടെ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഒരു മാസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു 3 മാസത്തെ കോഴ്സ് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തു. കോണ്ടിനെൻ്റൽ ഫുഡ്, ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് ഞങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടിയതാണ്. അതേപോലെ കുക്കീസിൻ്റെ ബ്രാൻഡിങ്, അതേപോലെ വേറെ പലതും എന്തെന്ന് ഈ ഒരു നമ്മളെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒപ്റ്റിമൈസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടുകളാണ്. ഇങ്ങനെ എത്ര മാർഗ്ഗങ്ങൾ, എത്ര പ്രോഫിറ്റ്, എക്സ്ട്രാ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള എത്ര മാർഗ്ഗങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലില്ല, കുറേ മണ്ടത്തരങ്ങൾ നമ്മൾ കുറക്കുക എന്നുള്ളതിലാണ്. നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്ന ഈ ഒരു എക്സ്പാൻഷന് ചിലപ്പോൾ നമുക്ക് ടേൺ ഓവർ കൊണ്ടുവരും, പക്ഷേ ഒപ്റ്റിമൈസ് ആണെങ്കിൽ അത് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും കൊണ്ടുവരിക.